ലോകമെമ്പാടുമുള്ള ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ രോഗമാണ് കോവിഡ്-19. അതുവരെ സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്ന ഓരോരുത്തർക്കും ഈ രോഗം വ്യാപിച്ചതോടെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. പലരിലും മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും ആരോഗ്യം നഷ്ടപ്പെടാനും പോലും കോവിഡ്-19 കാരണമായി. പിന്നീട് വാക്സിൻ സ്വീകരിച്ചതോടെയാണ് ലോക്ക്ഡൌണിനോടും മാസ്കിനോടും എല്ലാം ക്രമേണ ജനങ്ങൾ വിട പറഞ്ഞു തുടങ്ങിയത്. പതിയെ ലോകം ഈ മഹാമാരിയെ മറന്നു തുടങ്ങുന്നതിനിടെയാണ് വീണ്ടും കോവിഡ് ബാധിച്ച് ഇന്ത്യയിൽ 2 പേർ മരണപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിലാണ് 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രോഗം ബാധിച്ച് 8 പേർ ചികിത്സയിലായതോടെ വീണ്ടും ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. കോവിഡ് പോസിറ്റീവ് ആയവരെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആന്ധ്രയിൽ മരണം റിപ്പോർട്ട് ചെയ്തതോടെ അയൽ സംസ്ഥാനമായ ഒഡീഷയിലും കർശന നിരീക്ഷണവും സുരക്ഷാ പരിശോധനയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 60 വയസ്സുകാരനാണ് ആന്ധ്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചതിൽ ഒരാൾ. ഇദ്ദേഹത്തെ ആദ്യം തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം കുറഞ്ഞിരുന്നില്ല. തുടർന്ന് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രമേഹം, വൃക്കരോഗം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ചികിത്സയ്ക്കിടെ ജൂൺ 28-ന് മരണപ്പെട്ടു. തുടർന്ന് പോസ്റ്റ്മോർട്ടം RT-PCR പരിശോധനയിലാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. മരിച്ച രണ്ടാമത്തെ ആൾക്ക് 46 വയസ്സായിരുന്നു. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ സർക്കാർ ജനറൽ ആശുപത്രിയിലാണ് ഇദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. രോഗിക്ക് കടുത്ത ശ്വാസതടസ്സവും ചുമയും ഉണ്ടായിരുന്നു. ശ്വാസകോശ തകരാറും ന്യൂമോണിയയും മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. CT സ്കാനിലാണ് ഇദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിൽ കോവിഡ്-19 ബാധിക്കുന്നവരുടേതുപോലുള്ള ക്ഷതം കണ്ടെത്തിയത്. വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒമിക്രോൺ ഉപവകഭേദം കാരണമായിരിക്കാമെന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ. മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കോവിഡ് ബാധിക്കുന്ന രോഗികളിൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വളരെ വേഗം കൂടുന്നതായാണ് കടപ്പ ജില്ലാ മെഡിക്കൽ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ പറയുന്നത്. പുതിയ വകഭേദം വേഗത്തിൽ പടരുമെന്നാണ് റിപ്പോർട്ട്. ഈ പുതിയ വകഭേദത്തെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ ആശങ്കയിലാണ്. എന്നാൽ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ജനങ്ങളിൽ കൂടിയതിനാൽ മുമ്പത്തെ അപേക്ഷിച്ച് രോഗം ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ചില ഡോക്ടർമാർ പറയുന്നത്. എന്നിരുന്നാലും ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. ആന്ധ്രയിലെ കോവിഡ് മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒഡീഷ ഉൾപ്പെടെയുള്ള സമീപ സംസ്ഥാനങ്ങൾ അതിർത്തികളിൽ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ പുതിയ കോവിഡ് കേസുകളൊന്നും ആന്ധ്രയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനാൽ ഇപ്പോഴുണ്ടായത് അപൂർവമായ സംഭവമായി കണക്കാക്കാമെന്നാണ് സംസ്ഥാന ആരോഗ്യ സെക്രട്ടറി സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടത്. പുതിയ വകഭേദത്തെക്കുറിച്ചുള്ള സാധ്യതകൾ 5 വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി തള്ളിയെന്നും സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു. 2 മരണങ്ങളും കുറച്ച് പോസിറ്റീവ് കേസുകളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശ് ആരോഗ്യവകുപ്പ് രോഗികളുടെ സമ്പർക്കത്തിൽ ഉള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേർ രോഗിയുമായി നേരിട്ട് സമ്പർക്കം ഉള്ളവരായിരുന്നു. മറ്റുള്ളവർക്ക് എവിടെ നിന്നാണ് രോഗം ഉണ്ടായതെന്ന് പരിശോധിക്കുമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. ഇത് സാധാരണ സംഭവമാണെന്നും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് രോഗവ്യാപനത്തിന്റെ തോതും കുറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കോവിഡ്-19 മഹാമാരിക്ക് കാരണമായ കൊറോണ വൈറസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വകഭേദങ്ങളിലൊന്നാണ് ഒമിക്രോൺ. 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഈ വകഭേദം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിവേഗ വ്യാപനശേഷി കാരണം ലോകമെമ്പാടും ഒമിക്രോൺ വലിയ രോഗവ്യാപനത്തിന് കാരണമായി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് വൈറസ് പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ഒമിക്രോണിന്റെ വിവിധ ഉപവകഭേദങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് നിലവിൽ കണ്ടെത്തുന്ന മിക്ക ഒമിക്രോൺ ഉപവകഭേദങ്ങളും പ്രധാനമായും പനി, തൊണ്ടവേദന, ചുമ, മൂക്കൊലിപ്പ്, ക്ഷീണം, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഗുരുതരമായ ന്യൂമോണിയയോ ആശുപത്രിവാസമോ മുൻകാല കോവിഡ് തരംഗങ്ങളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും പ്രായമായവരും മറ്റു ഗുരുതര രോഗങ്ങൾ ഉള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. റിപ്പോർട്ട് പ്രകാരം കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കും മുമ്പ് രോഗം വന്നവർക്കും വീണ്ടും രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും വാക്സിനും സ്വാഭാവിക പ്രതിരോധ ശേഷിയും ഗുരുതര രോഗാവസ്ഥയും മരണസാധ്യതയും കുറയ്ക്കാൻ ഇപ്പോഴും സഹായിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് പനി, ചുമ, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വിശ്രമിക്കുകയും ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുകയും വേണം. കൈകൾ ഇടയ്ക്കിടെ കഴുകുക, രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോൾ മറ്റുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക, വായു സഞ്ചാരമുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ മുൻകരുതലുകൾ ഇന്നും ഫലപ്രദമാണ്. കോവിഡ് പഴയ പോലെ ഒരു ആഗോള അടിയന്തരാവസ്ഥയല്ല. എന്നാൽ വൈറസ് ഇപ്പോഴും മനുഷ്യർക്കിടയിലുണ്ട്. അതിനാൽ രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ ഇരിക്കുക, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ആവശ്യമായ പരിശോധനയും ചികിത്സയും തേടണം. ജാഗ്രതയാണ് ഏറ്റവും വലിയ പ്രതിരോധം.